Praise God. കർത്താവിന്റെ നിശ്ചിതമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ നാം ധ്യാനത്തിനായി വായിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങൾ പറയുന്നു. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കൽ നിന്ന് അവർക്ക് ലഭിക്കും. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. ചില സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ വാക്യങ്ങൾ തെറ്റിപ്പറയാറുണ്ട്. 1 or 2 പേർ കൂടി വരുന്നിടത്തൊക്കെയും. അങ്ങനെ വാക്യമില്ല. Wherever 2 or 3 gathering in my name, there am I in the midst of them. Amen. जहाँ 2 या 3 जन इकट्ठा हो जाएगा वहां मेरे में उपस्थित हो. ഇതാണ് ഹിന്ദിയിൽ. പ്രൈസ് ലോർഡ്. നാം ഈ ഭാഗത്ത് വായിച്ചത് ഒരു അധികാരം ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് യേശു പറയുന്നത്. സ്തോത്രം. കെട്ടുക, അഴിക്കുക എന്നൊക്കെയുള്ള വാക്കുകൾ അവിടെ ഉണ്ട്. സ്തോത്രം. അപ്പോൾ നമുക്ക് ആരെയും ബന്ധിക്കാമെന്നോ ആരെയും അഴിക്കാമെന്നൊക്കെയുള്ള അർത്ഥമാണോ അതിനകത്ത് വരുന്നത്? ദൈവത്തിന് സ്തോത്രം. ചില സ്ഥലങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഊമനും ചെകിടനുമായ പിശാച് ഇവനെ വിട്ടുപോന്ന് യേശു പറയുന്നു, അല്ലേ? കൂനിയായ ഒരു സ്ത്രീയെ യേശു കണ്ടിട്ട് പറഞ്ഞു, മകളെ നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ കർത്താവ് വ്യത്യസ്തമായ നിലകളിൽ തൻ്റെ ശുശ്രൂഷയിൽ പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാൻ ഇതിൽ നിന്നും നിയോഗം വന്ന ഒരു പ്രധാനമായ ഒരു വിഷയം, ചില സ്ഥലങ്ങളിൽ, ചില ദേശങ്ങളിൽ അടക്കി വാഴുന്ന ചില പൈശാചിക തലങ്ങൾ ഉണ്ട്. സ്തോത്രം. ഒരിക്കൽ എൻ്റെ സ്നേഹിതൻ, ഈ അടുത്ത കാലത്ത് പ്രിയപ്പെട്ടവൻ മരിച്ചു, 5 വർഷം എന്നോടൊപ്പം ആൻഡമാൻസിൽ മിഷണറി പ്രവർത്തനം ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹം ജാർഖണ്ഡിൽ പോയി 10,000-ൽ പരം ആളുകളെ സ്നാനപ്പെടുത്തിയ ദൈവദാസനാണ്. പിന്നത്തേക്ക് സ്തോത്രം. അദ്ദേഹം പറയുമായിരുന്നു, എടൂ നിങ്ങളെ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ പുതപ്പൻ്റെ മേൽ ഇട്ടേച്ചു പോണേ എന്ന് പറയുമായിരുന്നു എന്നോട്. സ്തോത്രം. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ജോസ് ഫിലിപ്പ് എന്ന ദൈവദാസനും കൂടെ ഇന്ന് നിങ്ങൾ പഠിക്കുന്ന മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി ക്യാമ്പസിൽ അവർ BD ഗ്രാജുവേറ്റ് ചെയ്തിട്ട് 2 പേരും ആൻഡമാൻസിന് പോയി. അവിടെ ആയിരിക്കുമ്പോഴാണ് ഞാൻ ഗുജറാത്തിൽ നിന്ന് ചർച്ചപോണ്ട് മിഷണറി ആയിട്ട് അവിടെ എത്തുന്നത്. അവിടെ എത്തുമ്പോൾ ഫ്യൂ മന്ത്സ് കഴിഞ്ഞ് ജോസ് ഫിലിപ്പ് പാസ്റ്റർ MTHന് തിരിച്ച് സെമിനാരിയിൽ ജോയിൻ ചെയ്തു. ആ സമയങ്ങളിൽ ഞാൻ അനേക മണിക്കൂറുകൾ, അനേക ദിവസങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നിയോഗം കിട്ടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവ് അയക്കുന്ന പല സ്ഥലങ്ങളിൽ ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയം ഒരു ദിവസം ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, സുനിലിനെയും കൂടെ കൂട്ടിക്കൊണ്ട് നീ പൊയ്ക്കൊള്ളുക എന്ന് പരിശുദ്ധാത്മാവ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് യാത്രയായി. ഒരു സ്ഥലത്ത് ഒരു ഗ്രാമത്തിൽ മീറ്റിംഗ് നടത്തുവാനായിട്ട് പോകാൻ ദൈവാത്മാവ് എന്നോട് പറയാനിടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ ആ ഗ്രാമത്തിലേക്ക്, ദൊറോട്ടാങ് എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്, ആ ഗ്രാമത്തിൽ മീറ്റിംഗ് നടത്താനായിട്ട് പോകാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞിട്ട് ഞാൻ അവിടേക്ക് പോകുമ്പോൾ പിച്ചർനാള എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പിച്ചർനാള, അവിടെ ചച്ചകൊണ്ട് ഒരു ദൈവദാസനുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റർ, ഈ ഗ്രാമത്തിൽ, ദൊറോട്ടാങ് എന്ന ഗ്രാമത്തിൽ ഉള്ള ആത്മാക്കളെ, ആ ജീവിതങ്ങളെ വിടുവിക്കുവാൻ പരിശുദ്ധാത്മ പദ്ധതി ഇടുന്നു, ദൈവം അവിടേക്ക് പോകാൻ എന്നോട് പറഞ്ഞു. 40-ലധികം ദിവസം ഞാൻ എൻ്റെ മുറിയിൽ ഇരുന്ന് ആ ദേശത്തിനു വേണ്ടി 514 ഗ്രാമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൊറോട്ടാങ് എന്ന് പറയുന്ന സ്ഥലത്തിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ ഭയങ്കര ഹേമം ഉണ്ടായി. നിങ്ങൾക്കറിയാമല്ലോ, നാം സുവിശേഷീകരണത്തിന് പുറപ്പെടുന്നതിന് മുമ്പായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുടെ 3-ാമത്തെ വോളിയം, അല്ലെങ്കിൽ ആത്മാക്കളെ നേടുവാൻ അറിഞ്ഞിരിക്കേണ്ട 3 അതിപ്രധാന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് ഓർമ്മയുണ്ടല്ലോ. അതിൽ നമ്മൾ പറയാറുണ്ട്, ചില വിഷയങ്ങൾക്കോ വ്യക്തികൾക്കോ വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗം നൽകിയാൽ
സ്ഥിരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ അത് സ്തോത്രത്തോടെ ഫലമേൽപ്പിച്ചിട്ട് നിയോഗം കിട്ടിയ വിഷയത്തിനായി പ്രത്യേകം ആത്മനടത്തിപ്പിന് കീഴ്പ്പെട്ട് ജാഗരിച്ച് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയുണ്ടാകുമല്ലോ. അങ്ങനെ ദുറോട്ടാങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം നൽകി. അങ്ങനെ ഞാൻ അവിടെ പാസ്റ്ററിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ദേവദാസനെ നമുക്ക് ആ ഗ്രാമത്തിലേക്ക് പോകാം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ആ ഗ്രാമത്തിൽ പോയിട്ട് ഒരു കാര്യമില്ല. കാരണം അവിടെ സ്ത്രീകൾ പോലും മദ്യപിച്ച് നടക്കുന്ന സ്ത്രീകളാണ്. നിങ്ങളൊരു 6 മണി കഴിയുമ്പോൾ ചെന്നാൽ റോഡ് സൈഡിൽ കുടിച്ചിട്ട് കിടക്കുന്ന സ്ത്രീകളെ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു, പാസ്റ്റർ സത്യമായിരിക്കും, പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, നീ അവിടേക്ക് പോക, ഞാൻ ജീവിതങ്ങളെ വിടുവിക്കാൻ പോകുന്നു. പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ ദിശ മനസ്സിലാക്കാൻ കഴിയൂ. ഇന്ന് രാത്രിയിൽ ഞാൻ താഴ്മയോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ ഉറക്കെ പറയുകയാണ്. നിങ്ങൾ ഇന്നലകളിൽ അതിന്റെ റിസൾട്ട് നാമേ കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പലർക്കും വ്യക്തമായ അനുഭവമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ തർക്കിച്ചും വാദിച്ചും നിൽക്കുമ്പോൾ റാഞ്ചിക്കാരായ ഒരു കൂട്ടം ആളുകൾ അതുവഴി നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ നേരെ ആലയത്തിലോട്ട് കയറി വരികയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരു കൊർന്നല്യോസിനോട് സംസാരിക്കുന്ന ദൈവം, സ്തോത്രം, ഒരു പത്രോസിനോട് സംസാരിച്ചിരിക്കും. സ്തോത്രം. ഒരു ശൗലിനെ തൊട്ട ദൈവം ഇപ്പുറത്ത് ദമസ്കോസിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനന്യാസിനോടും അതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. സ്തോത്രം. നിങ്ങളത് മനസ്സിലാക്കുക. എവിടെ ഒരു ദൈവിക ഇടപെടൽ നടക്കുമോ, സ്തോത്രം, ഒരു ലുദിയായും ടീമും പുഴവക്കത്തിരുന്ന് കരയുന്നെങ്കിൽ, സ്തോത്രം, മക്കദോന്യക്കാരനായ പുരുഷൻ വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞ് പൗലോസിന് ഒരു വിഷൻ കൊടുക്കാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രിയിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം എത്ര വലുതായിക്കൊള്ളട്ടെ ചെറുതായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, നിങ്ങളെ ഞരക്കുന്ന, നിങ്ങളെ ഞെരുക്കുന്ന, നിങ്ങളെ നോവിക്കുന്ന ഏത് വിഷയത്തിന് വേണ്ടി എന്റെ ദൈവം നിശ്ചയമായി എഴുന്നേൽക്കും എന്നുള്ളതിന് ഈ വചന വെളിച്ചത്തിൽ ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. ഇത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സംഭവിച്ച എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? സ്തോത്രം. ഇദ്ദേഹം വന്ന് നേരെ എൻ്റെ അടുക്കിലേക്കാണ് വരുന്നത്. ഞാനും പാസ്റ്ററും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. നേരെ അദ്ദേഹം എൻ്റെ മുമ്പിൽ വന്നു. എൻ്റെ മുമ്പിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു, നീ ഇവനോട് പറ. അപ്പോൾ എന്നോട് പാസ്റ്റർ പറഞ്ഞു, ഈ സഹോദരൻ ദൊറോട്ടാൻ ക്യാമ്പിലാണ് താമസിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, നീ ഈ സഹോദരനോട് പറ, നീ നിന്റെ ക്യാമ്പിൽ ചെന്നിട്ട് ക്യാമ്പ് ഓഫീസറിനോട് പറയണം, ഇന്ന് വൈകിട്ട് നിന്റെ വീട്ടിൽ പ്രസംഗിക്കാൻ ഒരു മിഷണറി വരും. നീ അയൽവാസികളെ വിളിച്ചു കൂട്ടണം. നിന്റെ ഗ്രാമത്തിലുള്ളവരെ രക്ഷിക്കാൻ ദൈവം എന്നെ അയച്ചിരിക്കും. നിങ്ങൾക്കറിയാമോ അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയാമോ? 15 ഹോ ജായേഗ, അത് നടക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പോ കൈസ മാലുമേ, നിനക്കത് എങ്ങനെ അറിയാം? അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, 6 മാസത്തിന് മുമ്പ് ഞാൻ ആസാമിൽ വനത്തിൽ ലക്കടിയുടെ ജോലി ചെയ്യുമ്പോൾ എന്നോട് ദൈവം പറഞ്ഞു, നീ മിഡിൽ ആൻഡമാൻ ദ്വീപിലേക്ക് പോയി ദൊറോട്ടാങ് എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്, നീ അവിടെ താമസിച്ച് എന്റെ ജോലി ചെയ്യണം. ആ ദേശത്തിലുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. എന്റെ സമയമാകുമ്പോൾ എന്റെ വചനവുമായി ഞാൻ എൻ്റെ ദാസനെ അയക്കും. അദ്ദേഹം പറയാണ്, 6 മാസത്തിന് മുമ്പ് ദൈവം എനിക്ക് തന്ന വെളിപ്പാടനുസരിച്ച് ഞാൻ ഗ്രാമത്തിൽ താമസിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് പണി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ഈ ആലയത്തിൽ നീ കയറണമെന്ന്. ഹല്ലേലൂയ. ഓ, ഞാൻ അവരെ അയച്ചതാകുന്നു, ഒന്നും സംശയിക്കാതെ കൂടെ പോക എന്ന് പത്രോസിനോട് ദൈവം പറഞ്ഞതുപോലെ. ആമേൻ, സ്തോത്രം. അദ്ദേഹം അവിടെ ചെന്ന് ക്യാമ്പ് ഓഫീസറിനോട് വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചു. അയൽവാസികളെ മുഴുവൻ വിളിച്ചുകൂട്ടി. സ്തോത്രം. അവിടെ പക്കാ ബിൽഡിംഗ് ഇല്ല, 4 തൂണിലാണ്, തടിയുടെ തൂണിലാണ് വീട് പണിതിരിക്കുന്നത്. എന്നിട്ട് തടിപ്പലക കൊണ്ട് സ്റ്റെപ്പ് ഉണ്ടാക്കിയാണ്. അപ്പൊ ഞങ്ങളൊരു 10-22 പേര് എല്ലാവരും കൂടെ ഉണ്ട്. ചർച്ചയിൽ നിന്ന് ഒരു 7 പേരിൽ അകത്ത്, ബാക്കി അവിടെ ഉള്ളവരെല്ലാം കൂടെ വിളിച്ചുകൂട്ടി. അതിനകത്ത് നിറച്ചാളാണ്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഷമലിച്ചാൻ, ഒരു ജോസഫ് പിച്ചാനുണ്ട്, ജോസഫ് പിച്ചാന്റെ
5 മക്കളും ഇന്ന് US-ലുണ്ട്. ജോസഫച്ചാന്റെ ഒരു മകനും അമ്മാമയും സ്തോത്രം, അമ്മാമ ശോശമ്മാമ കറ്റോട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടു ഒരുപാട് ദൈവമക്കളെ ശുശ്രൂഷിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം. സ്തോത്രം. അത് പറയുമ്പോൾ അവരുടെ പേര് പറയാതിരിക്കാൻ തരമില്ല, കാരണം അവരുടെ ലോറിയിലാണ് ഞങ്ങൾ പോകുന്നത് മീറ്റിങ്ങിനെല്ലാം. കർത്താവിനെ ഒത്തിരി സ്നേഹിച്ച കുടുംബം. ഞങ്ങൾ ചെന്നു, എല്ലാവരും ഇരുന്നു, ഞാനും കൂടെ ചെന്നു. മുട്ടുകുത്തിയതും ആ വീടിന്റെ ഒരു തൂൺ ഒടിയുകയും രാജ്യക്കാരായ ചെറുപ്പക്കാർ വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതിൽ ഒരാളിൽ ഭൂതമിളകുകയും ചെയ്യുന്നത് ഒരുപോലെ. സ്തോത്രം. സാത്താൻ പ്രവർത്തിച്ചയാണോ തടിയുടെ ബലഹീനതയാണോ എന്നൊന്നും വ്യാഖ്യാനിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഞാനിങ്ങനെ പറയാറുണ്ട്, ഭക്തന്മാർ മുട്ടുകുത്തുമ്പോൾ പിശാച് ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. ആമേൻ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഈ അശുദ്ധാത്മാവ് ഇളകിയപ്പോൾ ഈ നീരഞ്ജൻ എന്ന് പറയുന്ന വിശ്വാസി, അതുവരെയും അവിടെയുള്ള ആർക്കും അറിയത്തില്ല നീരഞ്ജൻ ഒരു ബിലീവർ ആയിരുന്നു. ദൈവമക്കളെ, നാം അറിയാത്ത പലരും നിങ്ങൾ പാർക്കുന്നിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചേർന്നൊരു ആമേൻ പറയാമോ? സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഞാൻ ആത്മനിയോഗത്തിൽ പറയുന്നു, അങ്ങനെയുള്ളവരെ ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് തരാൻ പോവുക. സ്തോത്രം. നിങ്ങളത് വിശ്വസിച്ച് ഒരു ആമേൻ പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലത്തെ സെഷനിൽ ഓർപ്പിച്ചു, ഒരു സമാധാനപുത്രനെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും. സ്തോത്രം. അത് ഈ ദിവസങ്ങളിൽ കാണാൻ ദൈവാത്മാവ് ഇടയാക്കട്ടെ. പ്രൈസ് ഗോഡ്. അങ്ങനെ അന്ന് അപ്പോൾ ഞാൻ നീരഞ്ജനോട് പറഞ്ഞു, നീ ആ അശുദ്ധാത്മാ ബാധിച്ചതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ എന്നോട് പറയുകയാണ്, ഒത്തോ ദുഷ്ടാത്മാ ഹേ മുझे അധികാർ നെയ്യേ മേ കൈസ പ്രാർത്ഥന കരും. എനിക്കതിന്മേൽ അധികാരമില്ല, ഞാൻ എങ്ങനെയാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ നിന്റെ തോളിൽ കൈവയ്ക്കും, നിന്റെ കൈ നീട്ടിയാൽ മതി, അശുദ്ധാത്മാവ് വിട്ടുപോകും. സ്തോത്രം. ഈ മക്കളെ, ആത്മനിറവിൽ 40 ദിവസം പ്രാർത്ഥനയിൽ ഇരുന്നിട്ടാണ് ഞാൻ ആ ഗ്രാമത്തിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, തീക്കട്ടയായിട്ടാണ് വന്നേക്കുന്നത്. എന്റെ ദേഹത്ത് കൈ വെക്കുകയും അവൻ കൈ നീട്ടുമ്പോൾ സാത്താന്റെ പേരും അഡ്രസ്സും ഒക്കെ അറിഞ്ഞിട്ട് എന്നാ കാര്യം? ചില ആളുകൾക്ക് ഭൂതം ഇളകി കഴിഞ്ഞാൽ, നീ എവിടുന്ന് വന്നു, ഏത് നാട്ടുകാരനാണ്? സാത്താൻ ഏത് നാട്ടുകാരനായാലും നമുക്ക് അവന്റെ അഡ്രസ്സും ഐഡന്റി കാർഡും കേട്ടിട്ട് എന്നെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ പ്രാമല്ലോ. എന്തിനാ? കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, എനിക്ക് അവനുമായി ഒരു കാര്യവുമില്ല. സ്തോത്രം. നമ്മൾ വർത്താനം പറയേണ്ടത് ആത്മാവിൽ ദൈവത്തോടാണ് സംസാരിക്കേണ്ടത്. നമുക്ക് സാത്താനുമായിട്ട് കാര്യമൊന്നുമില്ല. സ്തോത്രം. അവൻ ഫോഷ്ക്ക് പറയുന്നവന് അതിന്റെ അപ്പനുമാണെന്നാ വചനത്തിൽ കാണുന്നത്. സ്തോത്രം. ആ നിമിഷം അശുദ്ധാത്മാവിനെ വിട്ടു. ദൈവത്തിന് സ്തോത്രം. മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വന്നു. ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണ്. കർത്താവ് പറയുന്നു, അതെ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ചില ദേശത്തിന്മേൽ ആത്മാക്കളെ തടയുന്ന ശക്തികളുണ്ട്. സ്പിരിറ്റാണ്. സ്തോത്ര. കുടുംബത്തെ ഛിദ്രിപ്പിക്കുന്ന സ്പിരിറ്റ് ഉണ്ട്. ഫാമിലി ലൈഫിനെ ഛിദ്രിപ്പിക്കുന്ന സ്പിരിറ്റ് ഉണ്ട്. കുഞ്ഞുങ്ങളെ വീട്ടിൽ പാർപ്പിക്കാതെ ദക്കപ്പുലി നാട്ടിൽ നിന്ന് ഗദരേന്യ ദേശത്ത് ഓടിക്കുന്നത് പോലെ തലമുറയെ അലട്ടുന്ന സ്പിരിറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മള് ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ചിലതൊക്കെ ബ്രേക്ക് ചെയ്യാൻ ദൈവാത്മാവ് കൃപ തരും എന്നുള്ള ഞങ്ങളുടെ മിഷൻ ഫീൽഡിൽ എക്സ്പീരിയൻസ് ആണ്. സേ ആമേൻ. അതങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കും. കൂത്തുപറമ്പ് ഈ സ്ഥലങ്ങളിലല്ല, മട്ടന്നൂർ, കൂത്തുപറമ്പ് ഈ സ്ഥലങ്ങളിൽ നിങ്ങൾക്കറിയാമോ, ഇന്നേക്ക് ഒരു 20 വർഷത്തിന് മുമ്പ് മിക്ക ദിവസങ്ങളിലെയും പത്രങ്ങളിൽ വരുന്നത്, സ്തോത്രം, 2 പാർട്ടികൾ തമ്മിൽ വാള് വെട്ടായിരുന്നു നിരന്തരം. ആ കാലങ്ങൾ 25 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ആ ദേശത്തിൽ ഏതാണ്ട് 95-ൽ പരം സ്ഥലങ്ങളിൽ ഞങ്ങൾ ഔട്ട്റീച്ച് ചെയ്തതാണ്. സ്തോത്രം. ആ ദേശത്ത് ഞങ്ങൾ ചുറ്റി പ്രാർത്ഥിച്ച് കരയാൻ തുടങ്ങി. കാരണം ഞങ്ങൾ സന്ദർശിച്ച മിക്ക വീടുകളിലും ആൺസന്തതികളില്ല. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അംഗമായിരിക്കും, പക്ഷെ അവർ മാറത്തടിച്ച കരയുന്നത്, പാർട്ടിക്ക് വേണ്ടി പോയി എൻ്റെ കുഞ്ഞിനെ വെട്ടിക്കൊന്നു, കുത്തിക്കൊന്നു, അമ്മ പല പീസുകളാക്കി. ഈ വാർത്തകൾ. സ്തോത്രം. ഞങ്ങൾ ദേശം ചുറ്റി കരഞ്ഞ്, അനേക പ്രാവശ്യം ഞാൻ ദേശം ചുറ്റി കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ കൊലപാതകത്തിന്റെ സ്പിരിറ്റിനെ സ്വർഗം ബ്രേക്ക് ചെയ്ത് കളയണം. ദൈവത്തിന് സ്തോത്രം. ഫ്യൂ മന്ത്സ് പ്രാർത്ഥിച്ചു. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ആമേൻ. ചില മാസങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പിന്നീട് നിങ്ങൾ അധികം കേൾക്കാറില്ല. സ്തോത്രം, സ്തോത്രം. ഒരിക്കൽ എൻ്റെ സ്നേഹിതനായ സുനിൽ ചെറിയാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എടോ, ജാർഖണ്ഡിൽ ഒരു ദിവസം
ഇവരെന്നെ കൊല്ലത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? സ്തോത്രം. എന്നെ അദ്ദേഹത്തിന്റെ ഒരു ഗുരുവിനെ പോലെയാ എന്നെ കാണാറുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, 3 മുറി എനിക്ക് ഗവൺമെന്റിന്റെ ഓഫീസിൽ നിന്ന് എടുത്തിട്ടുണ്ട്. 1 മുറി ഞാൻ നിനക്ക് തരാം. ഇവിടെ വന്ന് നിന്നുകൊണ്ട് നീ അവിടുത്തെ മിനിസ്ട്രി എങ്ങനെയാന്ന് വെച്ചാൽ നിയോഗം പോലെ ചെയ്യ്, ഒന്നും ഭാരപ്പെടണ്ടെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എടോ ഒന്നാ ഒന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള പ്ലാൻ എല്ലാം ചെയ്യുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിന്റെ രോമത്തിന് പോലും കേടുവരാതെ, സ്തോത്രം, നീ ഒരിക്കലും ഒരു വെടിയുണ്ടയ്ക്ക് അതെ നിന്റെ പ്രാണൻ പോകുകയില്ല. നിന്റെ പ്രാണൻ ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കും എന്ന് പറയുകയും തന്റെ തൊട്ടു മുമ്പിൽ ഒരു നസ്ലേറ്റിൽ 2 പേര് ബൈക്കിൽ വരികയും വെടിവെക്കുകയും ഒരു വേളയായിരുന്നു. അദ്ദേഹത്തെ അല്ല, തന്റെ മുമ്പിൽ ഒരാൾ മരിച്ചു എന്ന്. സ്തോത്രം. എന്നോട് പറഞ്ഞിട്ടോ ദാ വെടിയേറ്റതാ അടുത്ത ആൾ വീണു കഴിഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. പക്ഷെ അദ്ദേഹത്തെ ദൈവം സൂക്ഷിച്ച ദൈവം. സ്തോത്രം. ദൈവം സൂക്ഷിച്ചു. ഇന്ന് രാത്രി ഞാൻ താഴ്മയോട് പറയട്ടെ, ചിലതിനെ ബ്രേക്ക് ചെയ്യാൻ ദൈവം നിങ്ങൾക്ക് അധികാരം തന്നെങ്കിൽ നിങ്ങളത് ദൈവസന്നിധിയിൽ അത് ഏറ്റെടുക്കണം. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ സിസ്റ്റർ ജസ്ലിയുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു അനുഭവം ജസ്ലി പറയാനിടയായി. ജസ്ലിക്ക് അത് ഷെയർ ചെയ്യാം. ചില നിയോഗങ്ങൾ വരുമ്പോൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കേട്ടാണ്. ജസ്ലി പ്ലീസ്. ഓക്കെ. ഞാൻ ഇവിടെ ഹൂസ്റ്റൺ ടെക്സാസിലാണ്, USA. അപ്പോൾ ഇങ്ങനെ ന്യൂസ് കാണുക, വെടിവെപ്പ് ഇങ്ങനെ ആളുകൾ തമ്മിൽ വെടിവെച്ച് അവിടെ ഒരു സമാധാനം ഉണ്ടാവുക. അപ്പോൾ കുറെ സമയം കൊണ്ട് ഒരു ദിവസം സംഭവിച്ചതല്ല, പല ദിവസങ്ങളിൽ കൂടെ സംഭവിച്ചതാണ്. അപ്പോൾ ദൈവം എനിക്കത് വലിയ ഭാരമായിട്ട് വരിക. ഞാൻ ജോലി ചെയ്യുന്നതിന്റെ അടുത്താണ് ഈ സ്ഥലം. ഞാൻ ജോലി ചെയ്യുന്ന പോകാനുള്ള പേടി കൊണ്ടൊന്നുമല്ല. അവിടെ ഒരു ദുഷ്ടൻ അവിടെ പ്രവർത്തിക്കുന്നു. അവിടുത്തെ ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ട് അവിടെ ഒരു അസമാധാനം ഉണ്ടാക്കി മനുഷ്യനെ നശിപ്പിക്കുന്നു. ഈ മരിച്ചു പോകുന്ന മനുഷ്യർ, ഈ കൊല്ലപ്പെടുന്നവരൊക്കെ ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടിയവരോ സാക്ഷിയാവേണ്ടിയവരോ ഒക്കെ ആയിരുന്നിരിക്കാം. അവരുടെ നിത്യത നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ കണ്ടപ്പോൾ അതുവഴി ഡ്രൈവ് ചെയ്ത് പോവാണ്. പോയി അതുവഴി പ്രാർത്ഥിക്കാനായിട്ട് ഒരു പ്രാവശ്യം ഒരു ഇത് വന്നത്. മറ്റൊരു പ്രാവശ്യം വേറൊരു ഇത് ഞാൻ പറഞ്ഞില്ല പാസ്റ്ററോട്. ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആ ബാങ്കിന്റെ അടുത്ത് ഒരു സ്ഥലത്ത് ഒരു ആക്സിഡന്റ്. അപ്പൊ അത് ഒന്നും ഗവനിച്ചില്ല, പോയി. 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ സ്പോട്ടിൽ വേറൊരു ആക്സിഡന്റ്. ഈ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് അന്നേരവും കത്തുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞു വീണ്ടും ഒരു ആക്സിഡന്റ്. അന്നേരം എനിക്ക് പെട്ടെന്ന്, എടാ ഇവിടെ ആക്സിഡന്റ് ഉണ്ടാക്കാൻ ഒരു ദുഷ്ടപിശാച് മെനക്കെട്ട് ഇവിടെ നിൽക്കുകയാണല്ലോ, ഇവൻ ഇന്നിട്ട് കൊടുത്തിട്ടേ ഉള്ളെന്ന് പറഞ്ഞിട്ട് വണ്ടി അവിടെ സൈഡിലോട്ട് ഒതുക്കി നിർത്തിയിട്ട് കൈ ഉയർത്തി അവിടോട്ട് ചൂണ്ടിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, മേലാൽ ഈ സ്ഥലത്തിന് ആക്സിഡന്റ് ഉണ്ടാക്കാൻ, ഈ റോഡിന്റെ അരികിൽ വരാൻ നിനക്ക് അധികാരമില്ല, നീ എവിടാ നിനക്കുള്ള സ്ഥലത്ത് നീ പൊയ്ക്കോണോന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. അത് പിന്നെ അവിടെ ആക്സിഡന്റ് ഉണ്ടായില്ല. പക്ഷെങ്കില് ഞാൻ പറയുന്നേ, നമുക്കൊരു അധികാരമുണ്ട്. നമുക്കത് ചില സമയത്ത് ആംബുലൻസ് ഒക്കെ അലാറം അടിച്ചുകൊണ്ട് പോകുമ്പം നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കറിയത്തില്ല ആരാ അതിനകത്ത് ഇരിക്കുന്നതെന്നോ എത്ര പേര് അതിനകത്തുണ്ടെന്നോ അവർ മരിച്ചതെന്നോ മരിച്ചില്ലെന്നോ ഒന്നും നമുക്കറിയത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, ദൈവത്തിന്റെ പദ്ധതിയിൽ ഈ മനുഷ്യൻ സ്വർഗത്തിന് പോകാനുള്ള ആളാണെങ്കിൽ കർത്താവെ അതിന്റെ ജീവനെ എടുക്കാൻ നീ സമ്മതിക്കല്ലേ, നീ അതിന് കാവലായിരിക്കണം, അതിന് ഇടയാക്കല്ലേ എന്നും പറഞ്ഞിട്ട് നമ്മൾ അതിന് പ്രാർത്ഥിച്ച് ആ അലാറം കേൾക്കുന്നതിനൊപ്പം നമ്മളും അലാമായിരിക്കണം. എപ്പോഴും നമ്മൾ ഒരു മനുഷ്യന്റെ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥന ബാങ്ക് ഡെപ്പോസിറ്റ് ഇടുന്ന പോലെ ദൈവസന്നിധിയിൽ ഇടാൻ പറ്റും. അതെന്തെങ്കിലും അതിനൊരു ഫലം ഉണ്ടാവും. നമ്മൾ അങ്ങ് ചെല്ലുമ്പോഴേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ അത് ഫലപ്പെട്ടായോ ഇല്ലയോ എന്ന്. പിന്നെ വേറൊരു എക്സാമ്പിൾ ഞാൻ ചെയ്യുന്ന ദൈവം എന്നെ നടത്തിയിട്ടുള്ളത്, ഡ്രൈവ് ചെയ്യുമ്പം ദൈവം എന്നോട് ചില സമയത്ത് പറയുന്നതാ, നിന്റെ മുന്നേ പോകുന്ന വണ്ടിയിരിക്കുന്ന അവരെ അധികാരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ ഏൺ ചെയ്യുന്നതായിട്ട് പ്രാർത്ഥിക്കാൻ പറയും.
പിന്നെ ഞാൻ 2 ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് ജോബ് ചെയ്യുന്നത് അമ്മയും കുഞ്ഞും പോസ്റ്റ്പാർട്ടം എന്ന് പറയും. മദർ ആൻഡ് ബേബി ഉള്ള യൂണിറ്റ് ആണേ. അപ്പം ബേബീസിന് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, കുളിപ്പിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണം. അപ്പം നമുക്ക് തന്നെ കുഞ്ഞിനെ നമ്മുടെ കൈ കിട്ടും. അപ്പം ഞാൻ അതൊക്കെ ചെയ്യാനുള്ള ചെയ്തിട്ട് എൻ്റെ കയ്യിൽ ഉയർത്തി പിടിച്ചിട്ട് എൻ്റെ ചെവിയിലോട്ട് ശിമയോനും ഹന്നായും ചെയ്ത പോലെ ആ കുഞ്ഞിന് ഞാനൊരു പേരിടും. കുട്ടപ്പീന്നോ അല്ല തക്കുടൂന്നോ എന്തെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ഞാൻ പറയും, നീയേ പാട്ട് പാടാനുള്ളതാ, നീ ഇത്രയും കരയുന്ന കുഞ്ഞാണ്. ഞാൻ പറയും, നിന്റെ സ്വരം വളരെ ഭംഗിയുള്ളതാ, നീ പാടാൻ കഴിവുള്ള, നീ ദൈവത്തിന് വേണ്ടി, എൻ്റെ യേശുവിന് വേണ്ടി നീ പാടണം കേട്ടോ, കേൾക്കണേ, ഇങ്ങനെ പറയും. എന്നിട്ട് ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയും, നീ ഒരു പാസ്റ്റർ ആകും, അല്ലെങ്കിൽ പറയും നീ ഒരു പ്രോഫറ്റ് ആകും. അന്നേരം ദൈവം എന്തോ എന്നോട് പറയുന്ന അതനുസരിച്ച് ഞാൻ അങ്ങ് പറഞ്ഞ് അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. അതിശയം എന്നൊക്കെ പറയണ ഈ സമയത്തുണ്ടല്ലോ, ഈ കുഞ്ഞിങ്ങനെ കണ്ണു മിഴിച്ച് എന്നെ ശ്രദ്ധിക്കുമെന്നുള്ളതാ. നമ്മുടെ കണ്ണു മിഴിച്ച് എന്തോ ഞാൻ കേൾക്കുന്നല്ലോ, ഞാൻ ശ്രദ്ധിക്കുന്നല്ലോ എന്നുള്ള അത് നമുക്ക് മനസ്സിലാവും, ആ കുഞ്ഞ് അങ്ങനെ ശ്രദ്ധിക്കുന്നുള്ളത്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചില സമയങ്ങളിലെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. ദൈവം നമ്മൾ ദൈവത്തിനുള്ള ആ സ്നേഹം നമ്മൾ ആരും നശിച്ചു പോകല്ലെന്ന് നമുക്കൊരു വലിയ തീഷ്ണത നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചില സമയത്ത് ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ എന്തോ വിഡ്ഢിത്തരായി കാണിക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. അന്നേരം ഞാൻ പറയും, ഇറ്റ്സ് ഓക്കെ, ഞാൻ ക്രിസ്തുവിൽ മരിച്ചു കഴിഞ്ഞ ഒരാളാ. ശവമായിരിക്കുന്ന ഒരാൾക്ക് എന്നാ ഇനി നല്ല ബുദ്ധി പറഞ്ഞിട്ട് എന്നാ കാര്യം? അങ്ങനെ അതങ്ങ് പറഞ്ഞ് അവരെ ആദായപ്പെടുത്താനായിട്ട് അങ്ങ് ശ്രമിക്കുന്ന ഓരോ ഘടകങ്ങൾ. പിന്നെ മറ്റൊന്ന്, ചില ദേശത്തൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തോന്നും, ഇവിടെ എന്തോ ഒരു അന്ധകാരം ഉണ്ടല്ലോ, ഇവിടെ ഒരു ചൈതന്യമില്ലല്ലോ ഈ ദേശത്ത് എന്ന് ഒക്കെ തോന്നും. ആ സമയത്തും ആ ദേശത്തിന് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. രാജാവിൻ്റെ മോളെ ഞാൻ ഈ റോഡിൽ കൂടെ ഞാനിപ്പം ഡ്രൈവ് ചെയ്യുക, അതുകൊണ്ട് ഈ ദേശം അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള രീതിയിൽ ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ ദേശങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആമേൻ. താങ്ക് യു സിസ്റ്റർ ജസ്ലി. നമ്മൾ മത്തായി 18, 19, 20 വാക്യങ്ങളിൽ നാം ശ്രദ്ധിക്കുന്ന 3 അതിപ്രധാനമായ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പ്രാർത്ഥന ദൈവ സാന്നിധ്യത്തിലായിരിക്കും. പറഞ്ഞത് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. സ്തോത്രം. അപ്പോൾ പ്രേയർ ദൈവ സാന്നിധ്യത്തിലായിരിക്കണം. അതിൻ്റെ തൊട്ടുമുകളിലുള്ള വാക്യത്തിൽ കാണുന്നത്, ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് ലഭിക്കും. അപ്പോൾ പ്രേയറിൽ യൂണിറ്റി വേണം. ഒന്ന് ഗോഡ്സ് പ്രസൻസ്, 2 യൂണിറ്റി. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് അതിന് തൊട്ടുമുകളിലായി നമ്മൾ കാണുന്നത്, അത് പൈശാചിക ബന്ധനങ്ങളോടുള്ള ബന്ധമാണ് നാം അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതെ, ആത്മകണ്ണിലൂടെ നോക്കിയെങ്കിൽ മാത്രമേ നമുക്കതൊക്കെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. അല്ലാതെ നമ്മൾ പോകുന്നവരെ എല്ലാം ബന്ധിക്കാന്നോ കയറെടുത്തുകൊണ്ട് കെട്ടുകയെന്നോ ഇങ്ങനെയുള്ള അക്ഷരികമായ ഒരു മീനിങ് അല്ല അതിനകത്ത് നമ്മൾ കാണുന്നത്. ചില സ്വർഗീയ അധികാരം, സ്തോത്രം, നമുക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് കഴിയും. അത് വചനം ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയും. ആത്മനിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് അനുഭവിക്കാനായി കഴിയും. യെസ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന അധികാരമുള്ള പ്രാർത്ഥനയായി മാറട്ടെ, ദൈവ സാന്നിധ്യം നിറഞ്ഞുള്ള പ്രാർത്ഥനയായി മാറട്ടെ, ഐക്യതയുള്ള പ്രാർത്ഥനയായി മാറട്ടെ. നമുക്കറിയാം, ഗദരേന്യ ദേശത്ത് അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനിൽ കുടിയിരുന്ന സ്പിരിറ്റ് 6000 6000 അശുദ്ധാത്മാക്കൾ. ഒരു അശുദ്ധാത്മാവ് ബാധിച്ചാൽ എന്തെല്ലാം പ്രശ്നമാണെന്നറിയാം. അപ്പോൾ ഒരു ബറ്റാലിയൻ മുഴുവൻ കയറിയാൽ എങ്ങനെയിരിക്കും? അവൻ്റെ ഉറക്കം പോയി, അവൻ്റെ വസ്ത്രം പോയി, അവൻ്റെ മാനം പോയി, അവൻ്റെ ആരോഗ്യം പോയി. നാട്ടുകാർക്ക് അവനൊരു തലവേദനയായി, വീട്ടുകാർക്ക് തലവേദനയായി, ഒഫീഷ്യൽസിന് അവനൊരു തലവേദനയായി. അവൻ ഉറങ്ങിയിട്ട് ഒരുപാട് ദിവസങ്ങളായി ശവക്കോട്ടയിൽ കിടന്ന് രാത്രിയും പകലും നിലവിളിക്കുകയാണ്.
എന്തെങ്കിലും ബലപ്രയോഗം യേശു അവിടെ നടത്തിയോ? നിങ്ങൾ പറഞ്ഞാട്ടെ. ഇല്ല. ഞാൻ ഒരിക്കൽ എൻ്റെ ആത്മീയ ഗുരുവായ EV ജോർജ് സാറിൻ്റെ അവിടെ മധു എന്ന് പറയുന്ന ഒരാൾ എന്നൊക്കെ ഒരു 40 വർഷമായി ഈ സംഭവം നടന്നിട്ട്. അപ്പോൾ മധു എന്ന് പറയുന്ന ഒരു പയ്യൻ ജോലിക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ അമ്മാമാവ് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നുകൊണ്ട് മധുവിനോട് പറഞ്ഞു, മോനെ നീ വയലിൽ പോകുന്നതിന് മുമ്പ് ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിച്ചിട്ട് പോകണം, പുട്ടുണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അമ്മാമ ഒരു 10-12 കുറ്റി പുട്ട് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അവൻ ആദ്യമായിട്ടാണ് അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അവൻ അവിടെ ഇരുന്ന് കഴിക്കുക. അപ്പൊ അമ്മാമ ഇടയ്ക്ക് അടുക്കളയിൽ നിന്ന് പറഞ്ഞു, എടാ മധുവി, നിനക്ക് ആവശ്യമുള്ളത് എടുത്ത് കഴിച്ചോണേന്ന് പറഞ്ഞു. അപ്പൊ അവനെ കുറെ നേരമായിട്ട് ഇത് കഴിക്കുന്നുണ്ട്. അവസാനം അമ്മാമ പിന്നെയും പറഞ്ഞു, എടാ വേണ്ടുന്ന എടുത്ത് കഴിച്ചോണേന്ന് പറഞ്ഞു. അപ്പൊ അമ്മയോട് അവൻ പറഞ്ഞു, അമ്മാമയെ ഇല്ലെന്ന് പറഞ്ഞു. എടാ ബേസിനകത്ത് 10 ഇല്ലി പുട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, അമ്മാമ ഇനി ഇതിനകത്ത് പുട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ നീ മൊത്തം കഴിച്ചോന്ന് ചോദിച്ചു. ഞാൻ മൊത്തം കഴിച്ചെന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. അപ്പോൾ ആശ്ചര്യപ്പെട്ടു. 10 കുറ്റി പുട്ടും കഴിച്ചേച്ച് വന്നു. അന്ന് വൈകിട്ട് ഞങ്ങളുടെ വീട്ടിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ പയ്യനിൽ ദുരാത്മാവ് ഇളകാനിടയായി. സ്തോത്രം. ഒന്ന് എല്ലാവരോടും ഒന്ന് പ്രാർത്ഥിച്ച് ശാന്തമായി. എങ്കിലും അന്ന് ഞാൻ മാത്രമേ വിശ്വാസത്തിലുള്ളൂ. സ്തോത്രം. നിൽക്കുന്ന നിൽപ്പിൽ നെടുമ്പാടടിച്ച് കമന്നു വീഴുകയാണ്. ആ വീഴ്ച നമ്മൾ വീണാൽ നമ്മുടെ പല്ല് മുഴുവൻ പൊഴിഞ്ഞു പോകും. പക്ഷെ ഒന്നും അവന് സംഭവിക്കുന്നില്ല. പിറ്റേ ദിവസം അവിടുന്ന് ഒരു 8 കിലോമീറ്റർ ദൂരെ ഒരു സ്ഥലത്ത് ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. അവിടെ ഒരു പ്രവാചകൻ വരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വിടുതലിന് വേണ്ടി എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് മധുവിനെയും കൊണ്ട് അവിടെ പോയി. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അറിയുന്നു ആ പ്രവാചകൻ വന്നില്ല. മറ്റൊരു ദൈവദാസൻ അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ഇങ്ങനെ ശുശ്രൂഷിക്കുകയാണ്. ശുശ്രൂഷിക്കും തോറും ഈ മധുവിലുള്ള അശുദ്ധാത്മ ഇളകുകയാണ്. അപ്പോൾ പ്രസംഗിക്കുന്ന ആളുടെ മധു ഇങ്ങനെ കണ്ണിറുട്ടി കാണിക്കുമ്പോൾ മറ്റേ പുള്ളിയും ഇടയ്ക്ക് പേടിക്കുന്നുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത്, ഈ പ്രസംഗിക്കുന്ന ആൾ പറഞ്ഞു, 1-ാം മുദ്ര ഞാൻ പൊട്ടിക്കുന്നു, 2-ാം മുദ്ര പൊട്ടിക്കുന്നു, അങ്ങനെ 7 മുദ്രയും പുള്ളി പൊട്ടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മീറ്റിംഗ് കഴിഞ്ഞ് ഇങ്ങനെ വിശ്രമിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. മീറ്റിംഗ് കഴിഞ്ഞ് വിശ്രമിക്കുകയാണ്. അപ്പോൾ പൂത പറക്കാൻ ആഗ്രഹിച്ച ആൾ വന്നില്ല, അത് നടന്നില്ല. ഇദ്ദേഹം എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഇളകുന്നു, മാറ്റമൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ശാന്തമായി മാറിയിരുന്ന് കരയുകയാണ്. കർത്താവേ, ഇത് മൊത്തം കുഴച്ചിലാണല്ലോ, എന്താ ചെയ്യേണ്ടത്? ഞാൻ അവിടെ ഇരുന്ന സഹോദരന്മാരോടും സഹോദരിമാരോടും ഇങ്ങനെ പറഞ്ഞു, സഹോദരങ്ങളെ, സർക്കസ് കാണിച്ചാലൊന്നും സാത്താൻ പോവുകയല്ല. സാത്താൻ പോകാൻ വഴി സിമ്പിളാ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അതുപോലെ ചെയ്യാമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അവര് പറഞ്ഞു, ഓക്കെ, ദൈവദാസൻ പറഞ്ഞാട്ടെ, എന്തോ ചെയ്യണം? ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. നമ്മളെല്ലാവരും കൂടെ നമ്മുടെ കുറവുകൾ ദൈവസ്ഥനെ ഏറ്റു പറയണം. സ്തോത്രം. നമ്മുടെ പാപങ്ങളും പോരായ്മകളും ദൈവസനത്തിൽ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് മധുവിനെ ഞങ്ങൾ നടുക്ക് പിടിച്ചിരുത്തി. ഞാൻ പറഞ്ഞു, മധുവിനെ നിങ്ങൾ ശ്രദ്ധിക്കണ്ട. നമ്മുടെ കുറവ് ഏറ്റുപറഞ്ഞ് കരഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. ദൈവസാന്നിധ്യം പ്രോപ്പറായി വെളിപ്പെട്ട് കഴിഞ്ഞാൽ തൊടണ്ട, പോകേണ്ടത് അന്നേരം പോകും. സ്തോത്രം. കാരണം വെളിച്ചം എത്രമാത്രം പ്രകാശിക്കുമോ അത്ര ഇരുള് ദൂരത്ത് പോകും. അപ്പോൾ വെളിച്ചം വന്നാൽ വെളിച്ചത്തിന്റെ പ്രവൃത്തി വരും. സ്തോത്രം. ഇരുളാണേലോ ഇരുളിന്റെ പ്രവൃത്തിയായിരിക്കും. അങ്ങനെ അതിന് തയ്യാറായി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പോൾ ഈ മധുവിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂതമിളകുമ്പോൾ വാക്യങ്ങൾ വിളിച്ചു പറയും. അപ്പൊ ശ്രദ്ധിച്ചാൽ അറിയാം, വാക്യങ്ങൾ മുഴുവൻ തെറ്റിച്ചാ പറയുന്നത്. അവൻ വേദോസം വായിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാമോ? അപ്പൊ സാത്താനും കർത്താവിന്റെ അരികിൽ വന്നത് എന്തുകൊണ്ടാണ്? വാക്യം കൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അങ്ങനെ ഒരു അരമണിക്കൂർ ആത്മാർത്ഥതയോട് കരയാൻ തുടങ്ങി. അത് മുരപ്പേൽ EV ജോർജ് സാറിന്റെ വീട്ടിൽ സാങ്കുട്ടിച്ചാൻ എന്ന് പറയുന്ന പ്രിയപ്പെടുന്നുണ്ടായിരുന്നു. അവരെല്ലാം മരിച്ചുപോയി. ആ വീട്ടിൽ വെച്ചാണ് പ്രാർത്ഥന നടക്കുന്നത്. സ്തോത്രം. ഒരമണിക്കൂർ കണ്ണുനീര് ശരിക്കൊഴുകി നിലവിളിച്ച് പ്രാർത്ഥന അങ്ങോട്ട് ഉയർന്നു കഴിഞ്ഞപ്പോൾ, സ്തോത്രം, ഈ സാധാരണ ഉപബോധ മനസ്സിൽ പറഞ്ഞ അന്യഭാഷയും നമുക്ക് ആവേശം വരുമ്പോൾ പറയും, ആ ലെവലല്ല. കരഞ്ഞു കഴിഞ്ഞപ്പോൾ
എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് അക്ഷരികമായി പറഞ്ഞ ആത്മാവിന്റെ തീ അവിടെ കത്താൻ തുടങ്ങി. സ്തോത്രം. ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര ദൈവ സാന്നിധ്യം. അപ്പോൾ മധു പറയുക, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, തീ കത്താൻ തുടങ്ങിയെന്ന്. തീ കത്താൻ തുടങ്ങി. സ്തോത്രം. ഞാൻ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആരും മധുവിനെ ശ്രദ്ധിക്കണ്ട, ആരും ശാസിക്കണ്ട, ആരും കൈവെക്കണ്ട, നമുക്കൊരുമിച്ച് ആരാധിക്കാം. 1 മണിക്കൂറോളം ആരാധന നീണ്ടി ആത്മനിയോഗത്തിൽ ചിലർ എഴുന്നേറ്റ് അങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങി. ആരാധന നൃത്തമായി മാറി. ആത്മാവിൽ നിറഞ്ഞ അധികാരത്തോടെ ആ പ്രാർത്ഥന ശക്തിപ്പെട്ടു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് കേൾക്കണോ? ആമേൻ. ഞാൻ പൊള്ളുന്നേ, എനിക്ക് വേവുന്നേ, ഞാൻ പോയേക്കാമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുക. ഞാൻ പറഞ്ഞ ആരും തൊടുന്ന, നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമക്കളെ, ഒരു 1.5 മണിക്കൂറോളം ആരാധിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആരും തൊടാതെ അവനിൽ വ്യാപരിച്ച ദുരാത്മാവ് അവനെ വിട്ടുപോയി. സ്തോത്രം. അവനെ വിട്ടുപോയി. സ്തോത്രം. പിന്നെ അവൻ അനുദപിച്ച് കരയുകയാണ്, നിലവിളിക്കുകയാണ്. ആ കുഞ്ഞിന്റെ മേൽ കരം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അന്ന് അവൻ അഭിഷേകവും പ്രാപിപ്പാൻ ദൈവം കൃപ നൽകി. സ്തോത്രം. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആമേൻ മുറിയിൽ കടന്ന ആ പ്രിയപ്പെട്ടവൻ വിളിക്കുക, ഷായിച്ച ഇങ്ങോട്ടൊന്ന് വാ, ഇങ്ങോട്ടൊന്ന് വാ. ഞാൻ ചെന്നപ്പോ ആള് താഴെ കിടക്കുക. ഞാൻ ചോദിച്ചു, എന്തോ പറ്റി? എന്നെ എന്തോ ഒരു പിശാച് എടുത്ത് കട്ടിലേന്ന് താഴെ ഇട്ടേച്ചു പോയി. ഞാൻ പറഞ്ഞു, താഴെ വീണതായിരിക്കും നിങ്ങളെ. അല്ലല്ല, അതുകൊണ്ട് എനിക്ക് ഒന്ന് പ്രാർത്ഥന. സൗരങ്ങളെ, സാത്താന്റെ അടുക്കൽ നമ്മുടെ ഒരു വേലയും നടക്കുകയല്ല. കാരണം സകല സൂത്രങ്ങളുടെയും കേന്ദ്രമാണവൻ. അതുകൊണ്ട് വളഞ്ഞ വഴി കൊണ്ടൊന്നും പിശാചിനോട് നേരിടാൻ പറ്റത്തില്ല. സ്തോത്രം. ധരിക്കേണ്ട ആത്മാവിന്റെ സർവായുധവർഗം ധരിച്ച് വ്യവസ്ഥാപിതം ദൈവസന്നിധിയിൽ വീണുകിടന്ന് പ്രാർത്ഥിച്ചാൽ നമ്മളിൽ നിറയേണ്ട ദൈവകൃപ നിറഞ്ഞു കഴിയുമ്പോൾ അമ്മി പോകേണ്ട ദുർവ്യാപാരങ്ങൾ വിട്ടുപോകാനിടയായിത്തീരും. സ്തോത്രം. അതുകൊണ്ട് ആത്മാവിൽ സഞ്ചരിക്കുന്നവരായി മാറിയ നിങ്ങൾക്ക് ആത്മാവിൽ ബോധ്യപ്പെടും. ചില കാരണങ്ങൾക്ക് രോഗമായിരിക്കില്ല, രോഗാത്മാവാണ്. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ ജിബിയുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് വളരെ സ്പഷ്ടമായി പറഞ്ഞു, ഇത് രോഗമല്ല, രോഗാത്മാവാണ്. നമ്മൾ ഏതാണ്ട് 47 ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഒരു ദിവസം പ്രത്യേകമായ ഒരു നിയോഗമുണ്ടായി പ്രാർത്ഥിക്കാൻ. അന്ന് ഈ തിരുവചന ഭാഗങ്ങൾ മുഴുവൻ ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം. സ്തോത്രം. സ്തോത്രം. ആ ഭവനത്തിൽ ചില അഴിച്ചുപണിയൊക്കെ കർത്താവ് ചെയ്യാനുണ്ടെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു. അതിനെല്ലാം ഞാൻ പറയാതെ തന്നെ ദൈവത്തിനെ കരഞ്ഞുകൊണ്ടിരുന്നു. അതിനൊക്കെ ദൈവം ക്രമീകരണങ്ങൾ വരുത്തി. ദൈവമക്കളെ, എന്നേക്കാൾ വളരെ ബെറ്റർ ആയിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങളെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. അതുകൊണ്ട് അത് കുറവില്ലാത്തത് ആരുമില്ല. പക്ഷേ നമ്മൾ ദൈവസന്നിധിയിൽ അപ്പന്റെ അരികിൽ നമ്മൾ ഏറ്റുപറയുകയും മടങ്ങി വരികയും ദൈവസന്നിധിയിൽ നമ്മളെ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിപ്പാൻ ദൈവകൃപയിൽ പിന്നെയും ആശ്രയിക്കുകയും ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മുടെ ബലഹീനതകളിൽ കർത്താവ് തുണ നിൽക്കും. വലിയ ദൈവപ്രവൃത്തി കാണാൻ ഇടയായിത്തീരും. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപ എന്താണ്? വിമർശിക്കുന്നവരെയോ കുറ്റം വിധിക്കുന്നവരെയോ ഒറ്റപ്പെടുത്തുന്നവരെയോ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. കർത്താവ് ഏൽപ്പിക്കാത്ത ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്. പരിശുദ്ധാത്മാവ് നിയോഗിക്കാത്ത ഒരു കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കരുത്. കണ്ടും കേട്ടും ശീലിച്ച ശാസന രീതികൾ അനാവശ്യ സ്ഥലത്തും അസ്ഥാനത്തും പ്രയോഗിക്കരുത്. ഇരുട്ടിനെ ശാസിച്ചിട്ട് അർത്ഥമില്ല. കത്താൻ വിളിക്കപ്പെട്ട നീ കത്തിയാൽ ഇരുട്ട് അന്നേരെ സ്ഥലം വിടും. സ്തോത്രം. അതുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ. സ്തോത്രം. നമ്മുടെ പ്രിയ അനു എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആകുന്നു. അങ്ങനെ പല പ്രിയപ്പെട്ടവർ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പല ആവശ്യങ്ങൾക്ക്, പല വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിലും ദൈവപ്രവൃത്തി നടക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഒരുമിച്ച് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്ന എല്ലാ നിയോഗത്തിനായും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് കഴിവില്ലെന്ന് അങ്ങ് അറിയുന്നു, ഞങ്ങൾക്ക് പ്രാപ്തിയില്ലെന്ന് അങ്ങ് അറിയുന്നു. ഞങ്ങൾക്ക് കർത്താവേ ദൈവസന്നിധിയിൽ ഒന്നിനും ഞങ്ങൾ യോഗ്യരല്ലെന്ന് അങ്ങ് അറിയുന്നു. എന്നാൽ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ പോഷത്വമായത് തെരഞ്ഞെടുത്ത എന്ത് ദൈവം കൂടാരമാന ശകതൽഗജനകസ്യാന എളിയവരായി ഞങ്ങളെ ദൈവകരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കുന്ന കർത്താവേ,
പല അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ഞങ്ങൾക്ക് നൽകി. കർത്താവെ, അങ്ങ് ക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാണെന്നും ഞങ്ങളുടെ അനുഭവത്തിൽ അറിയുന്നു. എന്നാൽ എല്ലാത്തിനും അങ്ങേക്കൊരു സമയമുണ്ട് നിങ്ങൾ അറിയുന്നു. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് അല്പസമയം ചിലപ്പോൾ നീണ്ടുപോയാൽ അത് ഞങ്ങൾക്ക് തിന്മയ്ക്കായി വരും എന്ന് ശത്രു മുൻവിധിയോടുകൂടെ ഞങ്ങളോട് പറഞ്ഞാലും, എന്നാൽ കർത്താവെ, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീനെന്ന് വചനത്തിൽ കാണുന്നത് പോലെ ഞങ്ങൾ അങ്ങയുടെ കരുണയിലും കൃപയിലും പൂർണ്ണമായി ആശ്രയിച്ച് സ്റ്റെപ്പ് വയ്പ്പാൻ ദൈവാത്മാ ആവശ്യമുള്ള കൃപ ഓരോരുത്തർക്കും നൽകണം. തൃക്കരങ്ങളിൽ സമ്പൂർണ്ണമായി പേരുപേരായ എല്ലാവരെയും സമർപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ബ്ലസ് ചെയ്ത്, അവരുടെ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്ത്, അവരുടെ ജീവിത പങ്കാളികളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ കരിയറിൽ ദൈവസാന്നിധ്യം ഇരിക്കണമേ. അവർ വർക്ക് ചെയ്യുന്ന കമ്പനികളെ, അവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലുകളെ, എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ബ്ലസ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ടേക്ക് കെയർ ചെയ്യുന്ന കർത്താവെ എല്ലാ കർത്താവെ സ്തോത്രം, അതെ, കെയർ ഹോമുകളെയും കർത്താവെ, ഹോസ്പിറ്റല്, കമ്പനികൾ, അങ്ങനെ ഏതൊക്കെ മേഖലകളിൽ അങ്ങയുടെ മക്കൾക്ക് ഉപജീവനത്തിനായി ഈ മണ്ണിൽ ദൈവം സാധ്യതകൾ കൊടുത്തിട്ടുണ്ടോ അവർക്കുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും കർത്താവെ വിഘ്നം കൂടാതെ ചെയ്യുവാൻ, കസ്റ്റമറിന്റെ റൈറ്റ്സ് എപ്പോഴും മനസ്സിലാക്കി അവരെ സ്നേഹിപ്പാൻ, കെയർ ചെയ്യുവാൻ, അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാൻ, അവർക്ക് തൃപ്തികരമായ സർവീസ് കൊടുക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ബലപ്പെടുത്തി സഹായിച്ച് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദിയോട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു എവരിവൺ. ബ്രദർ ആശീർവാദം പറഞ്ഞാട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മളെല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ആമേൻ. 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 ഗോഡ് ബ്ലെസ് യു എവരിവൺ. സീ യു ഇൻ ദി മോർണിംഗ്. താങ്ക് യു പാസ്റ്റർ. ആമേൻ. Thank you, Pastor. ആമേൻ. Thank you, God bless you all. God bless Thank you all. you. Amen.